നമ്മളെ താഴെ കാണുന്നത് നമ്മുടെ ടൗണാണ്, തഹുനയാണ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇത്രയും നാളും തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകണതിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം മാർച്ച് 1 ആയി, ഓട്ടം സീസൺ തുടങ്ങി, തണുപ്പായി തുടങ്ങി. എൻ്റെ പൊന്നി ഒരു രക്ഷയില്ല, കയ്യും കാലും വിറച്ചിട്ട് രാവിലെയൊക്കെ ഉണ്ടല്ലോ വിഷയമാണ്. രാവിലെ എഴുന്നേറ്റ് 5 മണി 4 മണിക്ക് പോകണ്ടേ, 5 മണി. നല്ല തണുപ്പുണ്ട്. കേത്താടെ കൂട്ടിയിടിക്കുക. രാവിലെ ഡിപ്പോയിട്ട് പോട്ടോ. ഇനി അങ്ങോട്ടുള്ള ഡെലിവറി എന്നൊക്കെ പറഞ്ഞ ഒരു 10 മണി വരെ ഭയങ്കര സീനായിരിക്കും. നമ്മളങ്ങനെ ഡെലിവറിയിലാണ് കേട്ടോ. ഇപ്പോൾ സമയം രാവിലെ 8 മണി. ചെറുതായിട്ട് തണുപ്പൊക്കെ കുറവുണ്ട്. പിന്നെ എന്താ പറയുക, തണുപ്പത്ത് ഡെലിവറി ചെയ്യാൻ നല്ല രസമാണ്, ഭയങ്കര രസമാണ് കേട്ടോ. സ്കാനർ പോലും കയ്യിൽ മര്യാദയ്ക്ക് പിടിക്കാൻ പറ്റില്ല, ആ അവസ്ഥയാണ്. ഇവിടെ ഒരു ഡെലിവറി ആണ് കേട്ടോ. ഞാൻ വരാം. വെയിലൊക്കെ പതുക്കെ ആയി തുടങ്ങി കേട്ടോ. ചെറുതായിട്ട് തണുപ്പുറമുണ്ട്. എന്ന് പറഞ്ഞാൽ തണുപ്പിൻ്റെ ആ ഒരു പീക്കിയിട്ട് എത്തിയിട്ടില്ല. ജസ്റ്റ് തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇത്രയും നാളും പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തണുപ്പുണ്ടായിരുന്നില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഈ ഓട്ടം സീസണിലായിട്ട് വന്നപ്പോൾ തണുപ്പം കൂടി. എന്താ മോനെ, തീ രസമാണ്. അങ്ങനെയൊക്കെയാണ് പോണു. കുറച്ചുകൂടെ കഴിഞ്ഞാൽ തണുപ്പിച്ചിട്ട് കൂടും. കോൺട്രയാവും സീൻ. നമ്മുടെ ഇന്നത്തെ പണി ഇങ്ങനെ തകൃതിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇന്നിപ്പോൾ എന്നാ വെച്ചാൽ ചൊവ്വാഴ്ച ആയതുകൊണ്ട് വളരെ പാസൽ കുറവാണ്. എനിക്ക് തോന്നുന്നു ഒരു 170 അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വർക്ക് നേരത്തെ തീരുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ റെസിഡൻഷ്യൽ നമുക്ക് അത്യാവശ്യമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ അടുത്ത് കൂടുതലും റെസിഡൻഷ്യലാണ്. അപ്പോൾ റെസിഡൻഷ്യൽ ചെയ്യാൻ നേരത്താണ് നമ്മുടെ സമയം പോകണത്. നമ്മൾ നിലവിലിപ്പോൾ ഉൾവരത്തിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കോട്ടോ പാസൽ. അവിടെ വെയിറ്റിംഗാണ്. ഗേറ്റ് തുറന്നു കേട്ടോ. ഇതൊക്കെ ആ വണ്ടിയുടെ ബാക്കിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാം. അധികമൊന്നുമില്ല, കുറച്ച് ബോക്സസ് ഉള്ളൂ. നമുക്കൊരു 3 ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ ഉൾവരത്തിൽ. അത് ഇറക്കി കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോവാം. ഇനി അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ബിസിനസ്സാണ്. ഫാം ഗേറ്റ് ക്ലോസ് ചെയ്തു. ഷിറ്റ്. നമ്മൾ ചെയ്യുന്ന റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ ഇത്. ഈ സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ വരാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ തിരക്ക് കുറവാണ്ടാണ് നമ്മൾ ഈ ടൈമിലൊക്കെ വന്നത്. നമ്മൾ ഈ സമയത്ത് ഇവിടെ ചെയ്യണ ടൈം എന്നൊക്കെ പറഞ്ഞാൽ 12 മണി 1 മണിയൊക്കെ ആവും. നമ്മളിനി പോണ വീടെന്ന് പറഞ്ഞാണ്ടല്ലോ ഭയങ്കര ഹൈറ്റിലുള്ള വീടാട്ടോ. ജസ്റ്റ് നമ്മുടെ ഈ വാൻ ഈ ടൈപ്പ് വണ്ടി മാത്രമേ അതിൻ്റെ മേലിട്ട് കയറിപ്പോളൂ. നമുക്ക് അതിൻ്റെ മേളിലൊരു ഡെലിവറി ഉണ്ട്.
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. വീടിൻ്റെ മേളിൽ നിന്നിട്ട് നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം. ആ വീട്ടിൽ വേണം വഴിയുണ്ടത്. ഒരു വണ്ടി വന്നു കേട്ടോ. അവനവിടെ ഒതുക്കുക. അവനെ നമുക്ക് മുമ്പിട്ടു. പോകേണ്ടത് ഇവിടെയൊന്നും അല്ല കേട്ടോ. നമുക്ക് പോകേണ്ടത് ഇതേ ഈ കട്ട വിരിച്ചേക്കണ റോട്ടിൽ. എന്താ മോനെ, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മളിന്ന് ഉപയോഗിക്കുന്ന വാൻ ചെറിയ വാനാണ്. ഞാൻ ഉപയോഗിച്ചിട്ടിരുന്ന വാന് ഓഫ് എടുക്കാൻ വേണ്ടി കൊടുത്തതുകൊണ്ട് നമ്മളിന്ന് ചെറുവാനിലാണ് വന്നേക്കുന്നത്. ഇതാണ് ആ വീടിൻ്റെ ടോപ്പ്. ഇവിടെ വെച്ച വണ്ടി എങ്ങനെയും വളയ്ക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. തിരിച്ച് ഫുൾ വണ്ടിയാണ്. ഈ വീട്ടിലാട്ടോ നമ്മൾ ഡെലിവറി കൊടുക്കാൻ വന്നേ. നമുക്ക് എന്നാലും വണ്ടി ഇവിടെ ഹാൻഡ് ബ്രേക്കിൽ ഇട്ടിട്ട് പാർസൽ കൊണ്ട് കൊടുത്തിച്ചു തരാം. ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഞാൻ കാട്ടിത്തരാം. കണ്ടോ, ഇതാണ് വ്യൂ. ഇതിൻ്റെ മേലേട്ടൊരു വീടുണ്ട്. നമുക്ക് ഇന്ന് അങ്ങോട്ട് ഡെലിവറി ഇല്ല കേട്ടോ. ആ വീട്ടിട്ടാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും ബ്യൂട്ടിഫുള്ളാണ്. നമ്മളാ താഴെ കാണുന്നത് നമ്മുടെ ടൗണാണ്, തഹുനയാണ്. ബീച്ചാണ് കേട്ടോ. രസമല്ലേ? അതെന്നായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോവാം. അങ്ങനെ ഉച്ചയായപ്പോൾ തന്നെ നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വാൻ്റെ പുറകിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയി ലഞ്ചും എല്ലാം ഒക്കെ കഴിച്ചിട്ട് പതുക്കെ പുറത്തായിട്ട് ഇറങ്ങാം, പിക്കപ്പിനിറങ്ങാം. അങ്ങനെ നമ്മൾ നീണ്ട ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് നമ്മൾ പിക്കപ്പിന് ഇറങ്ങുക കേട്ടോ. ഇതുണ്ടല്ലേ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സാണ് കേട്ടോ, കാവറുത്തത്. അതൊക്കെ കഴിച്ച് ലഞ്ചൊക്കെ കഴിഞ്ഞ് കാവറുത്തൊക്കെ കഴിച്ച് കട്ടപ്പണിക്ക് പോവാ.
ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മൾ പിന്നെ പിക്കപ്പിന് ഇറങ്ങി കേട്ടോ. നമുക്കിനി കുറച്ച് പിക്കപ്പുകളുണ്ട്. ഈ പിക്കപ്പ് പാഴ്സലും കൂടെ എടുത്ത് ഡിപ്പോയിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്താൽ നമ്മുടെ ഇന്നത്തെ പണി തീർന്നു കേട്ടോ. പുറത്ത് നല്ല വെയിലുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ തണലത്തായിട്ടൊന്ന് മാറി നമുക്ക് അപ്പം തന്നെ തണുക്കുന്നു. അതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഈ റോഡൊക്കെ നമ്മൾ സ്ഥിരം പോകണ വഴി കേട്ടോ. എപ്പോഴും നമ്മൾ, അതായത് നമ്മുടെ വീടിൻ്റെ ചുറ്റും ഉള്ള ഒരു, എനിക്ക് തോന്നുന്ന ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏരിയയിലാണ് എനിക്ക് ഡെലിവറി. അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഇടയ്ക്കൊക്കെ പോയി ബ്രേക്ക് എടുക്കാനും ചായ കുടിക്കാനൊക്കെ സമയമുണ്ട് കേട്ടോ. സമയം കിട്ടും. ഇന്ന് അത്യാവശ്യം റോഡിൽ നല്ല തിരക്കുണ്ട്. അങ്ങനെ ഒരു ഫുൾ ഡേ വർക്ക് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയില്ല കേട്ടോ. നമ്മുടെ വാൻ കൊണ്ടുപോയി പാർക്ക് ചെയ്തു വീടിൻ്റെ അടുത്ത്. നമ്മുടെ ചെറുവാനാണ് കേട്ടോ കയ്യിലിരിക്കണേ. കുറച്ച് കച്ചറകളൊക്കെ വണ്ടിയിലുണ്ട്. ഇന്നത്തെ പണി കഴിഞ്ഞിട്ടോ നമ്മുടെ. കാരണം നമ്മൾ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിട്ട് പോട്ടോ. വാൻ അവിടെ പുറകിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇന്ന് തിരക്കില്ലാത്തതുകൊണ്ടാണ് നമ്മളധികം അങ്ങനെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചേട്ടോ.